ഇന്ന് എല്ലാവരെക്കുറിച്ചുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇഷ്ടം തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലൊരു സന്തോഷം തോന്നിയിട്ടുള്ളൊരു നിമിഷം ആരെക്കുറിച്ചെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടൊരു ബിഗ് ബോസിൻ്റെ ടാസ്ക് ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ അനുമോള് പറഞ്ഞത് ആദില, നൂറ, അതേപോലെ ഷാനവാസിക്കയുടെ പേര് പറഞ്ഞിട്ടില്ല, അഭിലാഷ്, ജിഷിൻ, നമ്മുടെ അനീഷേട്ടൻ, ഇത്രയും പേരുടെ പേരാണ് അനുമോള് പറഞ്ഞത്. അപ്പം അഭിലാഷിൻ്റെയും ജിഷിൻ്റെയും പേര് കുറേ ഇങ്ങനെ ഇത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് അവർ അന്നും കൂടെ നിന്നിട്ടുണ്ട്, ഇപ്പോഴും അനുമോളുടെ കൂടെ ഈ ഒരു പ്രശ്നമെല്ലാം നടന്നിട്ടും ഒരുപാട് അനുമോളെ സപ്പോർട്ട് ചെയ്ത് നിന്ന രണ്ടാൾക്കാരാണ് എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആദില, നൂറയുടെ കാര്യം അനുമോൾ അത്ര സ്ട്രെസ് ചെയ്തൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ നിന്നു, എന്നെ കുറേ ഹെൽപ്പ് ചെയ്തു, ഞാനിങ്ങനെ പോകാൻ വേണ്ടി ആ ഒരു മൊമെൻറ്റ് നിന്ന സമയത്തും അവരെന്നെ ഷാനവാസിക്കയുടെ പേര് പറഞ്ഞു, ഷാനവാസിക്ക് ആദിലയും നൂറയും കൂടെ എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത് എന്നെ ഇവിടെ പിടിച്ച് നിർത്താൻ വേണ്ടി പറഞ്ഞു. ഞാനൊരു ബിഗ് ബോസ് മെറ്റീരിയലാണെന്ന് എന്നെ തോന്നിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്കും ഒരുപാട് അവരുടെ ആ ഒരു മൊമെൻറ്റ്സൊക്കെ അനു ഓർക്കുന്നുണ്ട്. ഇപ്പം അനുമോള് സംസാരിക്കാൻ വരുമ്പോൾ എല്ലാവരും കിടന്ന് ഭയങ്കര ചിരി. ബിഗ് ബോസ് എന്നെ വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു എന്ന് അനുമോള് പറഞ്ഞു. അപ്പോൾ ബിൻസിയൊക്കെ കൈകുത്തിയിരുന്ന് ചിരിക്കുകയാണ്. മെൻ്റലി തകർക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ കിടന്ന് കാണിക്കുന്നതെന്ന് നോക്കണേ. അങ്ങ് ചിരിക്കുന്നുണ്ട്. അപ്പം അനുമോൾ എന്താ ചിരിക്കുന്നത്? അന്ന് അപ്പാനിയുടെ അടുത്ത് ദേഷ്യപ്പെട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അനുമോൾ അനീഷേട്ടനുമായിട്ടുള്ളൊരു മൊമെൻ്റാണ് ഷെയർ ചെയ്തത്. എല്ലാവരും കാണാതെ അവൾ ഉറങ്ങാൻ വേണ്ടിയിട്ടെന്ന് വെച്ചാൽ നെവിൻ വെള്ളം ഒഴിച്ച സമയത്ത് അവൾ ആരും കാണാതെ, ക്യാമറ പോലും കാണാതെ അവിടെ പോയി കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയപ്പോൾ എന്ന് പറഞ്ഞപ്പോഴേ എല്ലാവരും ചിരി തുടങ്ങി. എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്? അവൾ ആ മൂലയ്ക്ക് പോയി കിടന്നുറങ്ങി, ആരും കാണാതെ. ആ സമയത്ത് ബെഡ്ഷീറ്റ്, രാവിലെ ഭയങ്കര തണുപ്പായിരുന്നു, സ്വന്തം പില്ലോയും ബെഡ്ഷീറ്റും ഒക്കെ കൊണ്ട് കൊടുത്ത് ഒരുപാട് അനുവിനെ ഹെൽപ്പ് ചെയ്ത ഒരാളെ, മീൻസ് ഒരുപാട് കെയറിങ് സ്നേഹം കാണിച്ച ഒരാളാണ് അനീഷേട്ടനാണ്. അനീഷേട്ടൻ പല സമയത്തും അനു ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്നേഹം തന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അനുമോൾ എല്ലാവരെക്കുറിച്ച് ഇങ്ങനെ വേഗമായിട്ട് പറഞ്ഞു പോവാണ്. അപ്പോൾ അനീഷേട്ടൻ ചെന്നിട്ട് ഹഗ്ഗൊക്കെ കൊടുക്കുന്നു. ശരിക്കും അനീഷേട്ടൻ പ്രപ്പോസ് ഒന്നും ചെയ്തില്ലാതെ നല്ല സ്നേഹത്തോടെ നല്ല രീതിക്ക് നിൽക്കേണ്ട രണ്ടാൾക്കാരായിരുന്നു അനീഷേട്ടനും അനു.